ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ 4.5 മീറ്റർ മെറ്റീരിയലും 3 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് കറക്റ്റ് ഞാൻ ഇത് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഈ ഒരു ലേസാണ് അതിൻ്റെ നെക്കിലും യോക്കിലും വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും ലൈനിങ് മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ലെങ്ത് 7.5 തയ്യൽ തുമ്പില്ലാതെ 7 മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ലെങ്ത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 7 വേണം. ഇതിപ്പോൾ കുറച്ച് ഹൈറ്റുള്ള കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ 7 എടുക്കുന്നത്. കുറച്ച് ഹൈറ്റ് കുറവാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് കുറച്ച് 6.25 മതിയാവും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 6.25 വേണം. ആം ഹോളിൻ്റെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 6.25 പറയുന്നത്. ഇവിടെ ഞാൻ 7 എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 7 കിട്ടും. ഈ മാർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു പോയിൻറ്റ്. നെക്ക് വിട്ട് ഒരു സൈഡിൽ 3.25 എടുത്തിട്ടുള്ളത്. ഒരു സൈഡിലെ ഷോൾഡർ നോക്കുകയാണെങ്കിൽ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 3.5 എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ലെങ്ത് 15.5 എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 40, 4/1 10, വേസ്റ്റ് 9.5 37ൻ്റെ 4/1, 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് എടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 7.5. യോക്ക് ലെങ്തിൽ നിന്നും മുകളിലേക്ക് ഒരു 3.5 മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ നെക്കിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ടൈപ്പല്ല. ഇതിപ്പോൾ നെക്കിൽ നിന്നും കുറച്ചുകൂടെ താഴെയായിട്ട് ഈ പിക്കിൽ കാണുന്ന അത്രയും ഒരു ഗ്യാപ്പ് വരുന്ന മോഡലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കയറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4.5 കൊടുക്കാം. ഇനി വേസ്റ്റ് വിട്ടിൽ നിന്ന് മുകളിലേക്ക് ആ 3.5 മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആ താഴത്തെ യോക്കിലെ പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസ് മാറ്റിയതിന് ശേഷം ബാക്കിലേക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിൽ ഡോട്ട് ഇടാനായിട്ട് അകലം ഞാൻ 4 എടുക്കുന്നത്. നല്ല ഷേപ്പിനായിട്ടാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. സിബ് വയ്ക്കുന്നത് നല്ല ഷേപ്പായിരിക്കും. സിബ് വയ്ക്കുന്നതാണ് നല്ല ഫിറ്റായിട്ട് നിൽക്കും സിബ് വയ്ക്കുമ്പോൾ. ഇതിപ്പോൾ സിബ് വയ്ക്കുന്നില്ല. ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി ഒരു 1/4 ഇഞ്ച് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ചരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൽ യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചെടുത്തിട്ട് ബാക്കിലെ ലൈനിങ് പീസ് ആ ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ബാക്കിനൊക്കെ ക്യാൻവാസ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അകലം 3.5, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.25 വരെ, ലെങ്ത് 6.5. ഇനി ഫ്രണ്ട് പീസിലേക്ക് ലൈനിങ് വെച്ച് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്യാനായിട്ട് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് വീതി കൂടുതലും ബാക്ക് വീതി കുറച്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഡിസൈന് തലതിരിഞ്ഞ് പോകാത്ത, അതായത് നേരെ ഇട്ടാലും ചരിച്ചിട്ടാലും തലതിരിഞ്ഞ് പോകാത്ത ഡിസൈന് പ്ലെയിൻ കളറുമായിട്ടുള്ള മെറ്റീരിയലിന് ഇതേപോലെ നമുക്ക് വീതി കൂട്ടിയെടുക്കാം. അല്ലാത്തതായ നമുക്കിങ്ങനെ വീതി ഫ്രണ്ടിലേക്ക് വീതി കൂട്ടിയെടുക്കാൻ പറ്റില്ല. ആ മെറ്റീരിയലിൻ്റെ ഉള്ള ഒരു വീതിയെ നമുക്ക് കിട്ടും. സാധാരണ മെറ്റീരിയലിന് 52 വീതി വരെയുള്ള മെറ്റീരിയലുണ്ട്. ഇതിപ്പോൾ 40, എപ്പോഴും കിട്ടുന്നത് 42, 45 ആ ഒരു വീതിക്കുള്ള മെറ്റീരിയലായിരിക്കും. ഇതിപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്താണ്. സ്കേർട്ട് ലെങ്ത് 35 വരെയും ഇട്ടിട്ടുണ്ട്. വീതി 22.5. ആ മെറ്റീരിയലിൻ്റെ ഫുൾ വീതി എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ 22.5. ഇതിൽ ഷോളിന് കൂടി ഉണ്ടായിരുന്നു, അതാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കുന്നത്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ സ്കേർട്ടിൻ്റെ വീതി 33 എടുത്തിട്ടുള്ളത്. വീതി രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ 33. അപ്പോൾ ഒരു സൈഡിൽ 66 വീതി, ഫ്രണ്ട് സൈഡിൽ മാത്രം 66 വീതി വരും. ഇനി നേരത്തെ കട്ട് ചെയ്തെടുത്ത ബാക്ക് പാർട്ട് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ടിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിൽ നിന്നും 3.5 ഇഞ്ച് കൂടുതലായിരിക്കണം. നമ്മൾ മുകളിൽ എത്രയാണോ കൂടുതൽ കട്ട് ചെയ്തത് അതേ ലെങ്ത് ഫ്രണ്ട് പാർട്ടിന് കൂടുതലുണ്ടായിരിക്കണം. ഇതിപ്പോൾ 3.5 എടുക്കുന്നത്. ബാക്ക് പാർട്ട് വെച്ചേക്കുന്ന അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ വീതി വരെയും കൊടുക്കണം, സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം ഇതേപോലെ 3.5 മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ചരിച്ച് ഇതേപോലെ സ്കെയിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിവിടെ കുറച്ചൊന്ന് മുകളിലേക്ക് വെച്ചാണ് മാർക്ക് ചെയ്തത്. അത് ലെങ്തിൽ എനിക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പിക്ക് കാണുന്നുണ്ട്, അതേപോലെ വേണം മാർക്ക് ചെയ്യാൻ. ബ്ലാക്ക് മാർക്ക് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈന്, റെഡ് മാർക്ക് സ്കെയിൽ വെക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ മുന്നേ പറഞ്ഞത് ഞാനൊന്ന് ശകലം മുകളിലേക്കാക്കിയാണ് കട്ട് ചെയ്തതെന്ന്. നിങ്ങൾ എടുക്കുമ്പോൾ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. സ്കേർട്ടിൻ്റെ പോർഷന് വേണ്ടിയുള്ള ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ടും ബാക്കും പീസ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ബാക്ക് പീസ് കുറച്ചുകൂടി ഇറക്കിയാണ് വെച്ചേക്കുന്നത്, അതായത് ഫ്രണ്ടിൽ നിന്നും 3.5 ഇഞ്ച് താഴ്ത്തിയാണ് ബാക്ക് വെച്ചേക്കുന്നത്. ബാക്കിൻ്റെ ഫുൾ ലെങ്ത് 34, ഫ്രണ്ടിൻ്റെ ഫുൾ ലെങ്ത് 37.5. എന്നിട്ട് ബാക്ക് യോക്ക് പാർട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും പാർട്ടുണ്ട്. ഇതേപോലെ താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. താഴെ കുറച്ച് ഫ്ലെയർ കിട്ടാനാണ് ഇതേപോലെ വരച്ചെടുക്കേണ്ടത്. ഇനി രണ്ട് പാർട്ടും കൂടി ഒരുമിച്ച് തന്നെ ആ ഒരു യോക്കിൻ്റെ അതേ വീതിയിൽ തന്നെ കട്ട് ചെയ്ത് പോകണം. ഇനി കട്ട് ചെയ്തെടുത്ത ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ 3.5 ഇഞ്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ ആ ലൈനിങ് ഇരുന്ന പോർഷൻ നേരത്തെ നമ്മൾ മെയിൻ ക്ലോത്തിൽ വരച്ചതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് ചരിച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ലെങ്ത് 18 ഈ ഒരു സൈഡിൽ 15 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അകലം 3.25 എടുത്തിട്ടുണ്ട്. ലെങ്ത് 7 എടുക്കുന്നത്. തയ്യൽ തുമ്പില്ലാതെ 7, തയ്യൽ തുമ്പ് ഉൾപ്പെടെ 7.5. ഇനി ഇതേപോലെ 2 പോയിൻറ്റും കൂടി ഒരുമിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കുറച്ച് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വൈഡായിട്ട് നിൽക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. ഇതൊന്ന് കുറച്ച് നല്ല വൈഡ് നെക്കായിട്ട് നിൽക്കും. കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ലൈനിങ് പീസിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ, അറിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ താഴത്തെ പോർഷൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നെക്കിൽ ആ ക്യാൻവാസിൻ്റെ പോർഷൻ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹെമ്മിങ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് കാണും. ഇനി സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ ചുരുക്കിടാതെ നന്നായിട്ട് പ്ലീറ്റ് പിടിച്ചെടുക്കാം. ഈ പട്ടുപാവാടയ്ക്ക് ഇടുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. വീതി ഉള്ളത് കൊണ്ട് നമുക്ക് അതേപോലെ നന്നായിട്ട് പ്ലീറ്റ് ഇടാനായിട്ടും പറ്റും. അപ്പോൾ ഇതേപോലെ പ്ലീറ്റ് ഇടുമ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് ഒതുക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ അധികം പ്ലീറ്റ് കൊടുക്കുന്നില്ല, അപ്പോൾ ഒരുപാട് വണ്ണം കൂടുതലും തോന്നിക്കില്ല. നല്ലതുപോലെ ഒതുങ്ങി നിൽക്കും, നല്ല ഷേപ്പായിട്ട് നിൽക്കും. അതേപോലെ തന്നെ ആ ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ ഒരുപാട് കയറ്റി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഹിപ്പിൻ്റെ പോർഷനിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ അധികം കൂടുതൽ തോന്നിക്കില്ല. പ്ലീറ്റ് ഇട്ടെടുത്ത സ്കേർട്ടിൻ്റെ പോർഷൻ ലൈനിങ്ങിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്കേർട്ടിൻ്റെ പോർഷൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കട്ടിങ് കൊടുക്കണം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ആ സെൻറ്റർ പോർഷനിലേക്ക് ആ കട്ട് ചെയ്ത പോയിൻ്റ് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ഈ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യില്ലേ, അതേപോലെ വേണം അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ആ പ്ലീറ്റ് ഇട്ടെടുത്ത് ലൈനിങ്ങിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്നത്. ഫ്രണ്ടും ബാക്കും പോർഷൻ ഇതേപോലെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എൻഡിലേക്കാണ് നമ്മുടെ ആ സ്കേർട്ടിൻ്റെ പോർഷൻ വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെയാണ് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പോർഷൻ നമ്മൾ മുകളിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം ഇതേപോലെ തിരിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു സെൻറ്റർ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ, എങ്കിലേ ആ ഒരു ഷേപ്പ് കിട്ടൂ. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് ഡോട്ടിൻ്റെ അകലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 4 ഡോട്ടിൻ്റെ അകലം എടുത്തത്. ലെങ്ത് ഞാനിവിടെ 3.5 എടുക്കുന്നത്. ഇനി ഡോട്ട് എടുത്ത് കൊടുക്കാം. അതിനുശേഷം താഴെ പ്ലീറ്റ് എടുത്ത സ്കേർട്ട് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും പീസ് ഷോൾഡറും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്കിലും യോക്കിലും കൂടി ലേസ് വെച്ചെടുക്കണം. അപ്പോൾ വെക്കുന്നത് അറിയില്ലെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. പശ ഉണങ്ങിക്കഴിഞ്ഞ് ഹെമ്മിങ് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.